ഹായ് ഫ്രണ്ട്സ്, ഇത് LDC 2014 കോട്ടയം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി. ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യയാണ് 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാനുണ്ടായ കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ക്രിപ്സ് മിഷന്റെ പരാജയം 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം ഗോവ. ഗോവയാണ് 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം. 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത്. ഏറ്റവും കൂടുതൽ വിദേശാധിപത്യത്തിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. 1987 മെയ് 30 ഗോവ സംസ്ഥാനം രൂപീകരിച്ചത്. ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ. മുഴുവൻ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്ഥാപിച്ചത്. സ്വതന്ത്ര ഭാരതത്തിനായി ഒരു ഭരണഘടന നിർമ്മിക്കുകയായിരുന്നു അസംബ്ലിയുടെ ദൗത്യം. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് 1946 ഡിസംബർ 6 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ പാക് അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്നത്. 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് കര അതിർത്തിയുണ്ട്. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവയാണ് ആ രാജ്യങ്ങൾ. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ ലൈൻ. മക്മോഹൻ ലൈൻ ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന രേഖ ഡ്യൂറൻ രേഖയാണ്. ഡ്യൂറൻ രേഖ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന രേഖയാണ്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. പാക് കടലിടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത്. ആരുടെ നിരാഹാര ജീവിത ത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? പോറ്റി ശ്രീരാമുലു. പോറ്റി ശ്രീരാമുലുവിന്റെ നിരാഹാര ജീവിത ത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിലവിൽ വന്ന കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. തെലുങ്ക് സംസാരിക്കുന്ന ഒരു പ്രത്യേക സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമുലു.
ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1-നാണ്. 1953 ഒക്ടോബർ 1-ന്. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956-നാണ്. 1956. ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമുലുവാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്ന്? USSR. USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതി ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തത് USA-ൽ നിന്നാണ്. USA-ൽ നിന്നാണ് മൗലിക അവകാശങ്ങളും സുപ്രീം കോടതിയും ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ എന്നിവ കടമെടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ, സുപ്രീം കോടതി, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ ഇവ കടമെടുത്തിരിക്കുന്നത് USA-ൽ നിന്നാണ്. USA, അമേരിക്ക. മൗലിക കടമകൾ മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മൗലിക കടമകൾ മുൻ സോവിയറ്റ് യൂണിയൻ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൻ. അതേപോലെ ഏകപൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. ഏകപൗരത്വം ബ്രിട്ടൻ. ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം കാനഡ. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഇവയും കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നും ഇന്ത്യ കടമെടുത്തിരിക്കുന്നു. അടിയന്തരാവസ്ഥ ജർമ്മനിയും ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയും കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയും ഫെഡറൽ സംവിധാനവും യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളും കാനഡയിൽ നിന്നും ഏകപൗരത്വവും പാർലമെൻ്ററി ജനാധിപത്യവും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ കടമെടുത്തിരിക്കുന്നു. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950 ഡിസംബർ 10 മുതലാണ്. 1950 ഡിസംബർ 10 മുതൽ. മനുഷ്യാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1215-ലെ മാഗ്ന കാർട്ടയാണ്. 1215-ലെ മാഗ്ന കാർട്ട. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം 30 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുടെ എണ്ണം 30. മനുഷ്യാവകാശത്തെക്കുറിച്ച് പഠന ഗവേഷണം നടത്തുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ബാബ അംതെയാണ്. ബാബ അംതെ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവനാണ്. ന്യൂഡൽഹിയിലെ യോജന ഭവൻ. നിയമനിർമ്മാണത്തിൻ്റെ പിൻബലമില്ലാതെ നിലവിൽ വന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നിയമനിർമ്മാണത്തിൻ്റെ പിൻബലമില്ലാതെ നിലവിൽ വന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ആസൂത്രണ സംവിധാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സംഘടന ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾക്ക് രൂപം നൽകുകയും സമ്പദ് വ്യവസ്ഥയുടെ വ്യത്യസ്ത മേഖലകളിൽ വളർച്ചാ പ്രവണതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ജോലികൾ. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റാണ്. ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നതെന്ന്? 1969. 1969-ലാണ് ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്. 1969 ജൂലൈ 19. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ഏപ്രിൽ 19-നാണ്. 1969 ഏപ്രിൽ 19. നിക്ഷേപം 50 കോടിയിലധികമുള്ള 14 ബാങ്കുകളെയാണ് ആദ്യഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15-നാണ്. 1980 ഏപ്രിൽ 15-ന് 200 കോടിയിലധികം നിക്ഷേപമുള്ള 6 ബാങ്കുകളെയാണ്
രണ്ടാം ഘട്ടത്തിൽ ദേശസൽക്കരിച്ചത്. 200 കോടിയിലധികം നിക്ഷേപമുള്ള 6 ബാങ്കുകളെ. 1903 ന്യൂ ഇന്ത്യ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏത്? നബാർഡ്. നബാർഡാണ് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 1982 ജൂലൈ 12. നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാജൻ കമ്മിറ്റിയാണ്. ശിവരാജൻ കമ്മിറ്റി. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനു വേണ്ടി രൂപീകരിച്ച ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനു വേണ്ടി രൂപീകരിച്ച ദേശീയ ബാങ്കാണ് നബാർഡ്.